ഹലോ എവ്രി വൺ, വെൽക്കം ടു പഠിപ്പിച്ച് മീഡിയ. ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ ടൈപ്പ് സ്റ്റഡിയായ പാരാമീസിയമാണ്. പാരാമീസിയം എന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്തിൽ ലബോറട്ടറി ഓർഗാനിസംസിൽ വെച്ച് നോക്കുമ്പോൾ സിലിയയുടെ മൂവ്മെൻറ്റും അതുപോലെ പ്രൊട്ടിസ്റ്റ് ബിഹേവിയേഴ്സും ഒക്കെ പഠിക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഓർഗാനിസമാണ്. ഫ്രഷ് വാട്ടർ പോണ്ട്സ്, പൂൾസ്, ഡിച്ചസ്, സ്ട്രീംസ്, ലേക്സ്, റിവേഴ്സ് എന്നിങ്ങനെ ഒരുപാട് വാട്ടർ ബോഡീസിൽ നമുക്ക് പാരാമീസിയത്തിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കും. സ്റ്റാഗ്നൻ്റ് ആയ വാട്ടർ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആയിട്ടുള്ള വെള്ളത്തിലുമൊക്കെയാണ് ഒരുമാതിരി കൂടുതൽ എമൗണ്ട് ഓഫ് പാരാമീസിയം കാണുക. നേക്കഡ് ഐ കൊണ്ട് കാണുമ്പോൾ ഒരു കുഞ്ഞു സ്പോട്ട് ഓഫ് വൈറ്റ് സ്പോട്ട് പോലെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതായി നമുക്ക് പാരാമീസിയത്തിനെ കാണാം. 180 മുതൽ 300 മൈക്രോൺ വരെ നീളമുണ്ട് പാരാമീസിയത്തിന്. ഇവയെ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കാൽപാദത്തിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ലിപ്പർ ആനിമിക്യൂൾ എന്ന പേരിട്ടും ഇവയെ നമ്മൾ വിളിക്കുന്നു. ഇവരുടെ ബോഡി ഇലോങ്ങേറ്റ് ആയ നീളത്തിലിരിക്കുന്ന ബോഡിയാണ്. ആൻറ്റീരിയർ എൻഡ് എന്ന് പറയുന്നത്, അതായത് ഇവരുടെ ഫ്രണ്ട് പോർഷൻ, ആൻറ്റീരിയർ പോർഷൻ റൗണ്ട് ഷേപ്പിലും പോസ്റ്റീരിയർ പോർഷൻ കൂർത്തിട്ട് പോയിൻറ്റഡ് ആയിട്ടുമാണ് കാണപ്പെടുന്നത്. ബോഡി വളരെ കട്ടി കുറഞ്ഞ പെല്ലിക്കളായി കവേർഡാണ്. ഈ പെല്ലിക്കൽ കവറിങ്ങിൽ തന്നെ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഡിപ്രഷൻസ്, കുഴികൾ കാണുന്നു. ഇവയുടെ എഡ്ജസിൽ നിന്നും ആ ഡിപ്രഷനിൽ നിന്നുമാണ് സിലിയം ഉത്ഭവിക്കുന്നത്. ആൻറ്റീരിയർ പോർഷനിലും പോസ്റ്റീരിയർ പോർഷനിലും ഇത്തരത്തിലുള്ള ഹെക്സഗണൽ ഡിപ്രഷൻസിൻ്റെ മാർജിനുണ്ട്. ആ മാർജിൻസിൽ നിന്നുമെല്ലാം തന്നെ ട്രിക്കോസിസ്റ്റിനുള്ള ഓപ്പണിങ്സും കാണാം. പാരലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ചില ചെറിയ ഓർഗൻസ് ആണ് സിലിയ എന്ന് പറയുന്നത്. പാരാമീസിയം ബോഡിയുടെ പോസ്റ്റീരിയർ ലെൻഡിലായി ഈ കാണുന്ന സിലിയകൾ കുറച്ചധികം നീളം കൂടിയതും ഒരു കോൺ ഷേപ്പിലുള്ള ബണ്ടിലായിട്ടും കാണപ്പെടുന്നു. ഇങ്ങനെ കാണുന്ന ഈ കോണിക്കൽ ബണ്ടിലിനെ നമ്മൾ കൗഡൽ ടഫ്റ്റ് എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. ഓരോ സിലിയവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിലിയത്തിന് നടുഭാഗത്തായിട്ട് ഒരു സെൻട്രൽ ആക്സിയൽ ഫിലമെൻ്റ് ഉണ്ട്. ആക്സിയൽ ഫിലമെൻ്റ് നമ്മൾ ആക്സോനിയം എന്ന് വിളിക്കുന്നു. ഈ ആക്സോനിയമിനെ സറൗണ്ട് ചെയ്ത് കോൺട്രാക്റ്റൽ ഷീത്ത് ഓഫ് പ്രോട്ടോപ്ലാസം, അതായത് ഒരു പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു ഷീത്ത്, അതായത് ഒരു കവറിംഗ് ഉണ്ട്. സൈറ്റോപ്ലാസ്റ്റിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഡെൻസ് ആയിട്ടുള്ള കോർട്ടെക്സ്, അതുപോലെ സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള മെഡ്യുല്ല അല്ലെങ്കിൽ എൻഡോപ്ലാസം എന്ന പേരിട്ട് വിളിക്കുന്ന മറ്റൊരു പോർഷൻ. ഈ ഡെൻസ് ആയിട്ടുള്ള കോർട്ടെക്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബേസൽ ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ കൈനറ്റോസ്റ്റോമിൽ നിന്നുമാണ് ആക്സോണിയം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇവയുടെ വെൻട്രോ ലാറ്ററൽ സർഫസിലായി നമുക്ക് വളരെ ആഴം കുറഞ്ഞ ഷാലോ ആയിട്ടുള്ളൊരു ഗ്രൂവ്, അതിന് നമ്മൾ ഓറൽ ഗ്രൂവ് അല്ലെങ്കിൽ പെരിസ്റ്റോമൽ ഗ്രൂവ് എന്നും പേരിട്ട് വിളിക്കുന്നു. അത്തരത്തിലുള്ളൊരു വിടവ് കാണാം. ഈ വിടവിൽ കൂടെയാണ് അതിൻ്റെ അകത്തായിട്ട് നേരെ ചെന്നെത്തുന്ന സൈറ്റോസ്റ്റോം എന്ന് പറയുന്ന മറ്റൊരു പോർഷനിലാണ്. ഈ സൈറ്റോസ്റ്റോം കഴിഞ്ഞ് അടുത്തതായി എസ് ഷേപ്പിൽ കാണുന്ന വളരെ നീളം കുറഞ്ഞ ഷോർട്ടായിട്ടുള്ള സൈറ്റോഫാരിങ്സ് അല്ലെങ്കിൽ ഗള്ളറ്റ് എന്ന പേരുള്ള മറ്റൊരു പോർഷനിലാണ്. ഈ ഗള്ളറ്റ് അവസാനമായി ചെന്ന് എത്തുന്നത് മെഡുല്ല എന്ന് പറയുന്ന പോർഷനിലായിരിക്കും. ഈ ഗള്ളറ്റിൻ്റെ ആരംഭ ഭാഗം അല്ലെങ്കിൽ പ്രോക്സിമൽ പാർട്ട് എന്ന് പറയുന്നത് ഫണൽ ഷേപ്പിലും ആ ഭാഗത്തിനെ വെസ്റ്റിബ്യൂൾ എന്നും പേരിട്ട് വിളിക്കുന്നു. ഇനി അതിൻ്റെ ഡിസ്റ്റൽ പോർഷൻ, അതായത് അവസാനമായുള്ള ഭാഗം ഈസോഫാഗസ് എന്നും നമ്മൾ പേരിട്ട് വിളിക്കുന്നു. സൈറ്റോസ്റ്റോമിന് പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ തലഭാഗമായി കൺസിഡർ ചെയ്യുന്നു, പോസ്റ്റീരിയർ ഏനസ് ഭാഗമായി കൺസിഡർ ചെയ്യുന്നു. പോസ്റ്റീരിയർ ഭാഗത്ത് വെൻട്രൽ സൈഡിലായിട്ട് സൈറ്റോഫൈജ് അല്ലെങ്കിൽ സെൽ ഏനസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ നമുക്ക് കാണാം. ഈ ഓർഗനിൽ കൂടെയാണ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം ബോഡിയിൽ നിന്നും വെളിയിലോട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇവയുടെ ബോഡിയുടെ ഡോഴ്സൽ സൈഡിലായി സൈറ്റോഫാരിങ്സ് ഏരിയയിൽ 8 മുതൽ 15 റോ ഓഫ് സിലിയ, വളരെ ശക്തമായ നീണ്ട പവർഫുൾ ആയിട്ടുള്ള റോസ് ഓഫ് സിലിയാസ് കാണുന്നു. ഈ സിലിയകളെ നമ്മൾ പെനിക്കുലസ് എന്ന പേരിട്ട് വിളിക്കുന്നു. ഈ പെനിക്കുലസ് ഇവയ്ക്ക് ശക്തമായി നീങ്ങുവാനും അതുപോലെ മറ്റ് ബോഡി ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു. സൈറ്റോപ്ലാസത്തിൽ ഒരുപാട് സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഫുഡ് വാക്യൂൾസ് മൂവ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഫുഡ് വാക്യൂൾസ് എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റഡ് അല്ലാത്ത ഫുഡ് പാർട്ടിക്കിൾസും അവയ്ക്ക് ചുറ്റും ചെറിയ എമൗണ്ട് ഓഫ് വെള്ളവും ചേർന്നതായിരിക്കും ഫുഡ് വാക്യൂൾ എന്ന് പറയുന്നത്. ഒരുപാട് ഡൈജസ്റ്റീവ് ഗ്രാന്യൂൾസ്, അതായത് ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങുന്ന കുഞ്ഞു ഗ്രാന്യൂൾസും ഇത്തരത്തിലുള്ള ഫുഡ് വാക്യൂൾസിന് ചുറ്റുമായി കാണുവാൻ സാധിക്കുന്നു. റിസർവ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫാറ്റ് ഗ്ലോബ്യൂൾസ്, പ്രോട്ടീൻ, ക്രൊമീഡിയ ആൻഡ് വോൾട്ടിൻ ഗ്രാന്യൂൾസ് എന്നീ ഫോമിലാണ് ഇവയുടെ സൈറ്റോപ്ലാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാരാമീസിയത്തിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹോളോസോയിക് ആണ്. ഇവയുടെ ആഹാരം എന്നത് ബാക്ടീരിയ, സെൽസ്, മൈക്രോ ഓർഗാനിസംസ് എന്നിവയാണ്. ഇവയുടെ സൈറ്റോഫാരിങ്സ് എന്ന് പറയുന്ന ഓർഗൻ അകത്ത് വെച്ചിട്ടാണ് ആവശ്യമുള്ള ആഹാരപദാർത്ഥങ്ങൾ ഇവ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആവശ്യമില്ലാത്ത ആഹാരങ്ങൾ ഇവ സൈറ്റോസ്റ്റോം വഴി പുറന്തള്ളുകയും ചെയ്യുന്നു.
ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫാരിഞ്ചിയോ ഈസോഫാഗൽ ട്യൂബ് വഴി അകത്തോട്ടെടുക്കുകയും വേണ്ടാത്തവ ഒരു തുള്ളി വെള്ളവും കൂടെ ചേർത്ത് ഈസോഫാഗസ് വഴി പുറത്തോട്ട് തള്ളുകയും ഒരു ഫുഡ് വാക്യൂളായി തന്നെ പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ഡൈജഷൻ നടന്നു കഴിഞ്ഞ് ഏകദേശം 1 മുതൽ 3 മണിക്കൂർ വരെ വയറിനകത്ത് ഡൈജഷൻ നടക്കും. ഈ നടന്നതിന് ശേഷം ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് സൈറ്റോഫൈജ് വഴി ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പാരാമീസിയത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2 രീതിയിലുള്ള സിലിയറി മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നടക്കുക. ഇഫക്റ്റീവ് സ്ട്രോക്ക് ആൻഡ് റിക്കവറി സ്ട്രോക്ക്. ഇത് മനസ്സിലാവാൻ വേണ്ടി ഒരു ബോട്ടിൽ പോകുമ്പോൾ അതിൻ്റെ തുഴ നമ്മൾ എങ്ങനെയാണോ തുഴയുന്നത് അതേ രീതിയിലാണ് ഇവയുടെ സിലിയറി മൂവ് ചെയ്യുന്നത്. മുന്നോട്ട് കുതിക്കുന്നതിനായി സിലിയ നമ്മളൊരു തുഴയെടുത്ത് തുഴയുന്നത് അതേ രീതിയിൽ തന്നെ വെള്ളത്തിനെ പുറകോട്ട് തള്ളുന്നത് വഴി ഇവയുടെ ബോഡി മുന്നിലോട്ട് നീങ്ങുന്നു. ഇത്തരത്തിൽ വെള്ളത്തിനെ പുറകോട്ട് തള്ളുന്ന രീതിയെ നമ്മൾ ഇഫക്റ്റീവ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. വെള്ളത്തെ പുറകോട്ട് തള്ളുന്ന ഈ ഒരു സിലിയ തിരിച്ച് പഴയ പൊസിഷനിൽ എത്തുന്ന മൂവ്മെൻറ്റിനെ റിക്കവറി സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. റിക്കവറി സ്ട്രോക്ക് എന്നത് ഇഫക്റ്റീവ് സ്ട്രോക്കിനേക്കാളും 5 തവണ കൂടുതൽ ഫാസ്റ്റർ ആയിട്ടുള്ള മൂവ്മെൻ്റാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ഒരു വേവ് ലൈക്ക് മാനറിൽ വളരെയധികം കോർഡിനേറ്റഡ് ആയിട്ട് ഇവയുടെ സിലിയ മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായുള്ള ഈ ഒരു ലോക്കോമോഷൻ ടൈപ്പിനെ നമ്മൾ മെറ്റാക്രോണൽ റിതം എന്നാണ് വിളിക്കുന്നത്. ഈ ഫിഗറിൽ നമുക്ക് ആ മൂവ്മെൻറ്റ് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഇഫക്റ്റീവ് സ്ട്രോക്കിൽ 1 എന്ന് പറയുന്ന നമ്പർ മുതൽ 6 എന്ന് പറയുന്ന നമ്പർ വരെയുള്ള മൂവ്മെൻറ്റ് നടത്തുമ്പോഴാണ് ഇഫക്റ്റീവായിട്ട് ഇവ മുന്നോട്ട് പോവുക. അതിനുശേഷം 7-ൽ നിന്നും തുടങ്ങി തിരിച്ച് 12-ലോട്ട് എത്തുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റാണ് ഇവർ സിലിയ പഴയ പൊസിഷനിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന റിക്കവറി സ്ട്രോക്ക്. വീണ്ടും ഇഫക്റ്റീവ് സ്ട്രോക്ക് നടത്തുന്നു. അങ്ങനെ ഇഫക്റ്റീവ് സ്ട്രോക്ക്, റിക്കവറി സ്ട്രോക്ക് ഈ ഒരു ഓർഡറിൽ കണ്ടിന്യൂ ചെയ്തിവർ ലോക്കോമോഷൻ സാധ്യമാകുന്നു. ഒരു സ്പൈറൽ ഷേപ്പിലാണ് ഇവയുടെ ലോക്കോമോട്ടറി പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ആക്സിസ് ഓഫ് ട്രാവലിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും മൂവ് ചെയ്ത് ഇവ ഇഫക്റ്റീവ് ആൻഡ് റിക്കവറി സ്ട്രോക്കിൻ്റെ ഹെൽപ്പോട് കൂടി സ്പൈറൽ മൂവ്മെൻ്റ് ആണ് നടത്തുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ നമുക്ക് പാരാമീസിയത്തിൽ കാണാൻ സാധിക്കും. ആദ്യമായി നോക്കാൻ പോകുന്നത് എസെക്ഷുവൽ റിപ്രൊഡക്ഷനാണ്. 3 ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റിപ്രൊഡക്ഷനാണ് പാരാമീസിയത്തിൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ളത്. 1 ബൈനറി ഫിഷൻ, 2 എൻഡോമിക്സിസ്, 3 ഹെമിക്സിസ്. ആദ്യമായി നോക്കാൻ പോകുന്നത് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇവയുടെ ബോഡിയുടെ ലോങ്റ്റിറ്റ്യൂഡിനൽ ആക്സിസിന് റൈറ്റ് ആംഗിളായി ട്രാൻസ്വേഴ്സലായിട്ടാണ് ഇവരുടെ ബൈനറി ഫിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ മാക്രോന്യൂക്ലിയസും മൈക്രോന്യൂക്ലിയസും ഡിവൈഡ് ചെയ്ത് 2 ഭാഗത്തോട്ടും ഓരോ മാക്രോന്യൂക്ലിയസും മൈക്രോന്യൂക്ലിയസും വീതമായി ഡിവൈഡർ ആകുന്നു. അതിനോടൊപ്പം തന്നെ പുതിയതായി ഒരു കോൺട്രാക്റ്റൈൽ വാക്യൂളും 2 പുതിയതായി ഉണ്ടാകുന്ന പാരാമീസിയം ഡോട്ടർ പാരാമീസിയം സെൽസിലും കാണുന്നു. 2 മൈക്രോന്യൂക്ലിയ അടങ്ങിയ പാരാമീസിയം ഔറീലിയ എന്ന സ്പീഷീസ് കാണിക്കുന്ന ഒരു ന്യൂക്ലിയർ റീഓർഗനൈസേഷൻ പ്രോസസ് ഓഫ് റിപ്രൊഡക്ഷനാണ് എൻഡോമിക്സിസ്. സൈസിൽ വലിയ ന്യൂക്ലിയസിനെ മാക്രോന്യൂക്ലിയസ് എന്നും സൈസിൽ ചെറിയ ന്യൂക്ലിയസിനെ മൈക്രോന്യൂക്ലിയസ് എന്നും വിളിക്കുന്നു. മാക്രോന്യൂക്ലിയസ് പയ്യെ ബ്രേക്ക് ഡൗൺ ആയി ഇവഞ്ച്വലി ഡീജനറേറ്റ് ആയി പോകുന്നു. എന്നാൽ മൈക്രോന്യൂക്ലിയായി 2 വട്ടം ഡിവൈഡ് ചെയ്ത് 8 ഡോട്ടർ ന്യൂക്ലിയായി ഉണ്ടാകുന്നു. ഈ 8-ൽ നിന്നും 6 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കിയുള്ള 2 മൈക്രോന്യൂക്ലിയകൾ 2 സെല്ലുകളായി മാറി 2 ഡോട്ടർ ഇൻഡിവിജ്വൽസായി മാറുന്നു. ഇങ്ങനെ 2 ഡോട്ടർ സെല്ലുകളായി മാറിയതിന് ശേഷം ഓരോ മൈക്രോന്യൂക്ലിയസും 3 തവണ ഡിവിഷൻ നടത്തി 4 ന്യൂക്ലിയായി ഒരു ഡോട്ടർ സെല്ലിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഡോട്ടർ ന്യൂക്ലിയായി വീണ്ടും ഓരോ ഡോട്ടർ ന്യൂക്ലിയയും 2ആയി വിഭജിക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ഒരെണ്ണത്തിൽ നിന്നും തുടങ്ങിയ പാരാമീസിയം 4 ഡോട്ടർ പാരാമീസിയമായി മാറുന്നു. റിപ്രൊഡക്ഷൻ പോർഷനൊക്കെ ഇത്തരത്തിൽ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നതൊക്കെ ഏറ്റവും എളുപ്പം പഠിക്കുവാൻ നിങ്ങൾ ആ ഫിഗർ പഠിക്കുക. ഫിഗറിനകത്തുള്ള മാർക്കിങ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഫിഗറും ഫിഗറിന് സൈഡിലുള്ള എക്സ്പ്ലനേഷനും എഴുതുന്നതിനേക്കാളും ഇഫക്റ്റീവായിട്ട് ഒരിക്കലും പാരഗ്രാഫിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വഴി നടക്കില്ല. അടുത്തതായി പാരാമീസിയം ഔറീലിയയിൽ തന്നെ കാണിക്കുന്ന 3ാമത്തെ എസെക്ഷൽ റിപ്രൊഡക്ഷൻ മോഡായ ഹെമിക്സിസ് ആണ്. മാക്രോന്യൂക്ലിയസിന് മാത്രം ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ച് എന്നാൽ മൈക്രോന്യൂക്ലിയസിന് യാതൊരുവിധ വ്യത്യാസങ്ങളും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു റിപ്രൊഡക്റ്റീവ് പ്രോസസ്സാണ് ഹെമിക്സിസ്.
ഹെമിക്സിസ് 4 തരത്തിൽ കാണപ്പെടുന്നു. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പാരാമീസിയം ഔറീലിയ സെല്ല് 4 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നതായി ഫിഗറിറ്റിക്കലി കാണിച്ചിട്ടുണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി. ആ 4 എണ്ണത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെമിക്സിസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യത്തേത് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് എ, രണ്ടാമത്തേത് ടൈപ്പ് ബി, മൂന്നാമത്തേത് ടൈപ്പ് സി, നാലാമത്തേത് ടൈപ്പ് ഡി. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ എന്താണോ ഞാൻ പറയുന്നത് അത് ഫോളോ ചെയ്യുക. ആദ്യത്തെ ടൈപ്പിൽ മാക്രോന്യൂക്ലിയസ് 2 അതിൽ കൂടുതലോ തവണ ഡിവിഷൻ നടത്തുന്നു, എന്നാൽ മൈക്രോന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഡിവിഷനെ നടത്തുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഹെമിക്സിസിൽ മാക്രോന്യൂക്ലിയസ് അവയ്ക്കകത്തുള്ള ക്രൊമാറ്റിൻ പാർട്ടിക്കിൾസ് എല്ലാം പുറത്തോട്ട് തള്ളിയതിനു ശേഷം ബാക്കിയുള്ള മാക്രോന്യൂക്ലിയസ് സാധാരണഗതിയിൽ സെൽ ഡിവിഷൻ നടത്തുന്നു. ക്രൊമാറ്റിൻ എന്ന് പറയുമ്പോൾ അവയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഹെമിക്സിസിൽ മാക്രോന്യൂക്ലിയസ് 2 ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഡിവിഷൻ നടക്കുന്നതിനിടയിൽ തന്നെ ഇവയുടെ ക്രൊമാറ്റിൻ പാർട്സ് എല്ലാം വെളിയിലോട്ട് തള്ളിവിടുന്നു. നാലാമത്തെ ടൈപ്പിൽ മാക്രോന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് വളരെ സ്മോളർ പാർട്സായി ഇവൻച്വലി കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യുന്നു. മൈക്രോന്യൂക്ലിയയും ഇതുപോലെ മാക്രോന്യൂക്ലിയസിന് മുന്നേ തന്നെ ഡിസപ്പിയർ ചെയ്ത് കാണപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം എസെക്ഷൽ റിപ്രൊഡക്ഷനകത്ത് ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നില്ല. അതായത് 2 പേരൻസിൻ്റെ ജീൻസ് മിക്സ് ആവുകയോ DNA ഇൻ്റർ കണക്ഷൻ ആവുകയോ അവ തമ്മിൽ യാതൊരുവിധ ഇൻ്റർട്വൈനിങ്ങും നടക്കുന്നില്ല. പക്ഷേ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ അത്തരത്തിലൊരു റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷൻ മെയിനായും കോൺജുഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും, എന്നാൽ വളരെ ചെറിയ രീതിയിൽ ഓട്ടോഗമി ആൻഡ് സൈറ്റോഗമി എന്നീ പ്രോസസ്സുകൾ വഴിയും കാണപ്പെടുന്നു. ടെമ്പററി ആയിട്ട് 2 ഇൻഡിവിജ്വൽസ് ജോയിൻ ചെയ്ത് അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് കോൺജുഗേഷൻ എന്ന് അറിയപ്പെടുന്നത്. പാരാമീസിയം കൗഡേറ്റം എന്ന സ്പീഷീസിൽ വളരെ കോമൺ ആയിട്ട് കോൺജുഗേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു. കോൺജുഗേഷൻ പ്രോസസ്സിലെ മെയിൻ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈ ഫിഗർ ഞാൻ പറയുമ്പോൾ ഫോളോ ചെയ്യുക. 2 പാരാമീസിയംസ് അവയുടെ വെൻട്രൽ സൈഡ് വഴി ഒരുമിച്ച് അടുത്തടുത്ത് വരുന്നു. ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് ഇവരുടെ സിലിയകളുണ്ട്. ആ സിലിയകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റിക്കി സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ് ഈ 2 പാരാമീസിയം സെൽസ് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത്. ഇങ്ങനെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവയെ നമ്മൾ കോൺജുഗൻസ് എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. ഇവയുടെ പുറന്തൂടായ പെല്ലിക്കിൾ ആൻഡ് എക്ടോപ്ലാസം രണ്ടും ബ്രേക്ക് ഡൗൺ ആയിട്ട് അകത്തുള്ള സൈറ്റോപ്ലാസം തമ്മിൽ കണക്ഷൻ ഉണ്ടാകുന്ന ഒരു എൻഡോപ്ലാസ്മിക് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു. ഈ 2 കോൺജുഗൻസിൻ്റെയും അകത്തുള്ള മൈക്രോ ന്യൂക്ലിയസുകൾ 2 ഡിവിഷൻ നടത്തിയതിന് ശേഷം, അതായത് മിയോസിസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സെൽ ഡിവിഷന് സമാനമായിട്ടുള്ള 2 ഡിവിഷൻസ് നടത്തിയതിന് ശേഷം ഇവരുടെ ക്രോമസോം നമ്പേഴ്സ് റെഡ്യൂസ് ചെയ്ത് ഹാപ്ലോയിഡ് കണ്ടീഷനിലോട്ട് മാറുന്നു. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നിലവിൽ അവരുടെ ബോഡിയിൽ 2 നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ അത് കൃത്യം ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസായി മാറുന്നു. അതിനോടൊപ്പം തന്നെ മാക്രോ ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് ഫോം ചെയ്ത 4 മൈക്രോ ന്യൂക്ലിയകളിൽ 3 എണ്ണവും ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കിയുള്ള ഒരൊറ്റ ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ മാത്രമാണ് ഓരോ സെല്ലുകളിലും അവശേഷിക്കുന്നത്. ഈ ഹാപ്ലോയിഡ് മൈക്രോ ന്യൂക്ലിയസിൽ ഓരോ കോൺജുഗൻറ്റിലും ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് നടത്തി 2 അൺഈക്വൽ പാർട്സ് ആയിട്ട് മാറുന്നു. ഒന്ന് അധികം മൂവ് ചെയ്യാത്ത സൈസിൽ വലുതായിട്ടുള്ള മൈക്രോ ന്യൂക്ലിയസ്, അതിനെ നമ്മൾ ഫീമെയിൽ പ്രോന്യൂക്ലിയസ് എന്നും വിളിക്കുന്നു. രണ്ടാമത്തത് സൈസിൽ കുറഞ്ഞതായ എന്നാൽ ആക്റ്റീവായി മൈഗ്രേഷൻ നടത്തുന്ന മൈക്രോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മെയിൽ പ്രോന്യൂക്ലിയസ് എന്നും വിളിക്കും. ഒരു കോൺജുഗൻറ്റിനകത്തുള്ള മെയിൽ പ്രോന്യൂക്ലിയസ് ഇപ്പോൾ നിലവിലുള്ള ആ എൻഡോപ്ലാസ്മിക് ബ്രിഡ്ജ്, അതായത് 2 കോൺജുഗൻസും തമ്മിലുള്ള സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ വഴി അടുത്ത കോൺജുഗൻറ്റിൻ്റെ അകത്ത് പോയി അവിടുത്തെ ഫീമെയിൽ പ്രോന്യൂക്ലിയസുമായി ഒരു ഡിപ്ലോയിഡ് സിൻകാരിയോൺ അല്ലെങ്കിൽ കോൺജുഗേഷൻ ന്യൂക്ലിയസ് എന്ന് പറയും. 2 ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് മിക്സ് ചെയ്ത് ഒന്നായി മാറുന്ന ആ ഒരു ഫൈനൽ പ്രോഡക്റ്റിനെയാണ് സിൻകാരിയോൺ അല്ലെങ്കിൽ കോൺജുഗേഷൻ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലൊരു മിക്സിംഗ് അപ്പ് നടന്നതിന് ശേഷം കോൺജുഗൻസ് സെപ്പറേറ്റ് ആവുന്നു. സെപ്പറേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എക്സ് കോൺജുഗൻസ് എന്ന് നമ്മൾ ഓരോ സെല്ലിനെയും വിളിക്കുന്നു. സിൻകാരിയോൺ എന്ന മിക്സ് ചെയ്ത് ഉണ്ടായ പുതിയ ന്യൂക്ലിയസ് 3 വട്ടം ഡിവൈഡ് ചെയ്ത് 8 മൈക്രോ ന്യൂക്ലിയായി ഓരോ എക്സ് കോൺജുഗൻ സെല്ലിനകത്തും ഉണ്ടാകും. ഈ 8 മൈക്രോ ന്യൂക്ലിയകളിൽ 4 എണ്ണം എൻലാർജ് ചെയ്ത് വലിപ്പം വെച്ച് മാക്രോ ന്യൂക്ലിയയും ബാക്കിയുള്ള 4-ൽ 3 എണ്ണം ഡിസപ്പയർ ചെയ്ത് പോവുകയും നിലവിലുള്ള ഒരെണ്ണം മൈക്രോ ന്യൂക്ലിയായി തുടരുകയും ചെയ്യുന്നു.
ആ നിലവിലുള്ള ഒറ്റ മൈക്രോ ന്യൂക്ലിയൈ വീണ്ടും ഡിവൈഡ് ചെയ്യുകയും അതേസമയം തന്നെ എക്സ് കോൺജുഗൻസ് സ്പ്ലിറ്റപ്പ് ചെയ്ത് ബൈനറി ഫിഷൻ വഴി 2 ഡോട്ടർ സെൽസായി വീണ്ടും മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഡോട്ടർ സെൽസിനും 2 മാക്രോ ന്യൂക്ലിയയും 1 മൈക്രോ ന്യൂക്ലിയയും പ്രസൻ്റ് ആയിരിക്കും. ഈ ഡോട്ടർ പാരാമീസിയംസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും അവസാനം 2 കോൺജുഗൻസ് വന്ന് ഒരുമിച്ച് ചേർന്ന് അവരുടെ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തതിൻ്റെ ഫലമായി 4 പാരാമീസിയംസ് ഓരോ കോൺജുഗൻറ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ പോർഷനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കാണാപ്പാഠം പഠിച്ച് ഒരു പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രമിക്കരുത്, നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ ഈ ഒരു ഫിഗർ നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. ഫിഗറിൻ്റെ സൈഡിലുള്ള ക്യാപ്ഷൻസും മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് ഈ ഫിഗർ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല മാർക്ക് മേടിക്കാം. നമുക്കറിയാം ജീവജാലങ്ങളിൽ വേരിയേഷൻസ് കൊണ്ടുവരുന്നത് മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ മൂലമാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ന്യൂക്ലിയൈകൾ തമ്മിൽ മിക്സപ്പ് ചെയ്ത് പുതിയതായി ഉണ്ടാകുന്ന ഓഫ് സ്പ്രിംഗ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് 2 പേരുടെയും മിക്സ്ചർ ആയിരിക്കും. അങ്ങനെ വേരിയേഷൻസ് വരുത്തുന്ന സെക്ഷുവൽ റിപ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സെക്ഷുവൽ റിപ്രൊഡക്ഷൻ പ്രോസസ്സായി നമുക്ക് കോൺജുഗേഷനെ കണ്ടുപഠിക്കാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോഗമി അല്ലെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷനാണ്. കോൺജുഗേഷനിൽ കാണുന്ന അതേ രീതിയിൽ ഒക്കെ തന്നെയാണ് ഇവിടെ ന്യൂക്ലിയർ ചേഞ്ചസ് എല്ലാം നടക്കുന്നത്. എന്നാൽ ഒരൊറ്റ വ്യത്യാസം എന്ന് പറയുന്നത് കോൺജുഗേഷനിൽ 2 സെൽസുകൾ കൂടി ചേരുന്നു. ഇവിടെ ഒരൊറ്റ ഇൻഡിവിജ്വലിനകത്ത് തന്നെയാണ് ഈ പറയുന്ന ഓട്ടോഗമി നടക്കുന്നത്. ഈ പ്രോസസ്സിൽ മാക്രോ ന്യൂക്ലിയസ് ഓൾറെഡി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. 2 മൈക്രോ ന്യൂക്ലിയൈ മിയോട്ടിക് ഡിവിഷൻസ് നടത്തി 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ആയി മാറുന്നു. ഈ 8-ൽ 7 ന്യൂക്ലിയയും ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കിയുള്ള ഒരെണ്ണം മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി 2 മാറിയതിന് ശേഷം ഈ 2 ഒരെണ്ണം മെയിൽ ഫീമെയിൽ എന്നിങ്ങനെ 2 കാറ്റഗറീസായി അവ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസായി മാറുന്നു. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് വീണ്ടും 2 മൈറ്റോട്ടിക് ഡിവിഷൻസ് നടത്തി 4 ന്യൂക്ലിയൈ ഉണ്ടാകുന്നു. ഈ 4 ന്യൂക്ലിയയിൽ 2 മാക്രോ ന്യൂക്ലിയയും ബാക്കി 2 മൈക്രോ ന്യൂക്ലിയയുമാണ് ആവുന്നത്. മൈക്രോ ന്യൂക്ലിയയും സെല്ലും ഡിവൈഡ് ചെയ്തതിന് ശേഷം പഴയ മാക്രോ ന്യൂക്ലിയസുകളെല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ 2 പാരാമീസിയം ഡോട്ടർ സെൽസ് നമുക്ക് കിട്ടുന്നു. ഓട്ടോഗമി വഴിയും സെല്ലുലാർ മിക്സിംഗ് അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് ഫാക്ടേഴ്സ് നടക്കുന്നുണ്ട്. ഇനി സൈറ്റോഗമി എന്ന് പറയുമ്പോൾ അവിടെയും ഒരു സിംഗിൾ ഓർഗാനിസമേ ഉള്ളൂ. പക്ഷേ സിംഗിൾ ഓർഗാനിസത്തിനകത്ത് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോ ന്യൂക്ലിയൈ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റിക് ന്യൂക്ലിയൈ തമ്മിൽ ഒരേ ഇൻഡിവിജ്വലിനകത്ത് തന്നെ ഫ്യൂഷൻ നടന്ന് ഉണ്ടാകുന്ന സെക്ഷൽ റിപ്രൊഡക്ഷനാണ് സൈറ്റോഗമി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓട്ടോഗമിയുടെയും ഇടയിലായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് സൈറ്റോഗമി. കോൺജുഗേഷനിൽ നടക്കുന്നത് പോലെ തന്നെ ഒരു പെയർ, അതായത് 2 ഇൻഡിവിജ്വൽസ് അടുത്ത് വെൻട്രൽ സർഫസ് വഴി അടുത്തടുത്ത് സൈറ്റോഗമിയിൽ വരുന്നുണ്ട്. പക്ഷേ അവരുടെ പെല്ലിക്കിൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയോ അവയുടെ സെല്ലിനകങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. പകരം അവരുടെ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസുകൾ തന്നെ ഡീജനറേറ്റ് ചെയ്തും അതുപോലെ മിയോട്ടിക് ഡിവിഷൻ നടത്തിയുമെല്ലാം പുതിയൊരു ജനറ്റിക് റീകോമ്പിനേഷൻ്റെ ഫലമായുള്ള ഡോട്ടർ സെൽസുകളെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാരാമീസിയം നിങ്ങൾ ടെക്സ്റ്റ് നോക്കി അധികം പഠിക്കുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇങ്ങനെ വീഡിയോസ് കണ്ട് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം മനസ്സിൽ ആ ഫിഗേഴ്സും കൺസെപ്റ്റ്സും കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സഹായിക്കും. അതുപോലെ ഞാൻ പറഞ്ഞു തന്ന കാര്യം മറക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ഫ്ലോ ചാർട്ട് ഫിഗേഴ്സൊക്കെ ഫിഗർ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് എക്സാമിന് ചോദിച്ചാൽ വരച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ മാർക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും. എക്സ്പ്ലെയിൻ ചെയ്ത് പാരഗ്രാഫായിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എങ്ങനെയായാലും മിസ്റ്റേക്സ് വരിക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.